ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ഓസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ 2025 നക്ഷത്ര ഫലം, ചിങ്ങം കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലമാണ്. പൊതുവെയുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഒരു 1-2 വീഡിയോകളിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഈ 4 കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പൊ നമുക്ക് ചിങ്ങം കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഇവരുടെ ഒരു അവലോകനം നമുക്ക് ആദ്യം ചെയ്യാം. 2025 ഇവർക്ക് പൊതുവെ ശോഭനമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ബിസിനസ് പരമായി, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് 2025. ഈ വർഷം ജൂൺ മാസം മുതൽ ജൂൺ വരെ അവർക്ക് കുറച്ച് ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വ്യാഴം മാറ്റത്തിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് തടസ്സങ്ങളെല്ലാം മാറി വളരെ ഐശ്വര്യപ്രദായകമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2025. അവർക്ക് ഇപ്പം ചെറുകിട വ്യവസായം അവർ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും കണ്ണടച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, മണി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു വർഷം കൂടിയാണ് 2025 ജൂൺ മാസം മുതൽ അങ്ങോട്ട് ഡിസംബർ വരെ. അപ്പോൾ അങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള നല്ല ശോഭനമായ ഒരു വർഷമാണ് ഇത്. അതുപോലെ വിദ്യാഭ്യാസപരമായി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു വർഷമാണ്. അവർക്ക് നല്ല രീതിയിൽ ക്ലാസ്സോടുകൂടി വളരെ നല്ല രീതിയിൽ പാസ്സാകാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025. നല്ല വാർത്ത കേൾക്കാൻ ഇടവരുന്നു. അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് ജോലിയിൽ കയറാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ജോലി ഒരുപാട് അന്വേഷിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവസാനം ഒക്കെ ആയിട്ട് ജോലി അന്വേഷിച്ച് കിട്ടാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ചിങ്ങ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നു. അതുപോലെ ജോലി സംബന്ധമായി നല്ല രീതിയിൽ ഉയരാൻ സാധിക്കാത്ത ആളുകൾ, പ്രത്യേകിച്ച് മേലധികാരികൾക്ക് പ്രീതി കിട്ടാൻ പാടുള്ള ആളുകളുണ്ടല്ലോ, അപ്പൊ അവർക്കെല്ലാം നല്ല ഒരു വർഷമാണിത്. അവർക്ക് പെട്ടെന്ന് അവർ വിചാരിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാനും വിചാരിക്കുന്ന രീതിയിലുള്ള ഇൻക്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനും ഈ വർഷം നിങ്ങളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും വേറെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ വർഷം പൊതുവെ നമുക്ക് 2025 ഈ വർഷത്തെ ഏതൊരു വർഷത്തെയാണേലും ഫലം, നക്ഷത്ര ഫലം പറയുന്നത് 4 ഗ്രഹങ്ങളുടെ വ്യതിയാനം, അതിന്റെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യാഴം, കേതു, രാഹു, അതുപോലെ ശനി, ഈ 4 ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷത്തെയും ഫലം പ്രവചിക്കുന്നത്. ഈ വർഷം ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഇവർക്ക് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് ആയുർസ്ഥാനം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ മാസം മുതൽ അങ്ങോട്ട് കണ്ടുവരുന്നു. അപ്പൊ ചെറിയ കാര്യങ്ങൾ പോലും നെഗ്ലക്റ്റ് ചെയ്യാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് ഫുഡ് പോയിസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നല്ല, ഒരു കോമൺ ആയിട്ട് ഒരു 80% അവർക്ക്. കാരണം ഇത് നിങ്ങളുടെ ദശ ഏത് ഗ്രഹമാണോ അതിന്റെ അടിസ്ഥാനത്തിൽ വരും ഇതിന്റെ ഫലങ്ങളെല്ലാം. ശുഭഗ്രഹമാണെങ്കിൽ പൊതുവെ ശുഭമായിട്ട് വരും, പ്രത്യേകിച്ച് അശുഭഗ്രഹങ്ങളാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വരണം എന്ന് ഞാൻ പറയുന്നില്ല. പൊതുവെ ഒരു 80% ആൾക്കാർക്കെങ്കിലും ഈ ഒരു ഫലം കണ്ടുവരണം. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യപരമായി, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അഷ്ടമത്തിലെ ആ ഒരു പ്രശ്നം, അതുപോലെ ശനി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ശനി പ്രീതി നേടുക, ഹനുമാൻ സ്വാമി കടാക്ഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
അതുപോലെ ശാസ്താക്ഷേത്രം പോയി നീരാഞ്ജനം നടത്താവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനി പ്രീതി നേടാവുന്നതാണ്. അതുപോലെ ശനി മന്ത്രം, നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗൃജം, ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം, ഇങ്ങനെയുള്ള മന്ത്രം സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് 7ാം ഭാവത്തില് കളത്രസ്ഥാനത്ത് സർപ്പം, ഇപ്പം മെയ് മാസത്തോടു കൂടി രാഹു മാറ്റം സംഭവിക്കുന്നുണ്ട്. മെയ് പകുതി അങ്ങോട്ട് കഴിയുമ്പോൾ മുതൽ രാഹുവിന്റെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ സർപ്പം വരുന്നത് കൊണ്ട് ദാമ്പത്യ ഐക്യം ഇല്ലായ്മ അങ്ങനൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങൾ പോലും വഴക്കിലേക്ക് നയിക്കുന്നു. ഇപ്പോ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു, ഭാര്യ പിണങ്ങി വീട്ടിൽ പോകാൻ ഉള്ള കാരണം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ എങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പരമാവധി ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴക്കിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടാവുന്നതാണ്. അപ്പോൾ അതിന്റെ ഇപ്പൊ 7ൽ സർപ്പം നിൽക്കുന്നത് കൊണ്ടാണ് സർപ്പപ്രീതി നേടാവുന്നതാണ്. അങ്ങനെയുള്ള സർപ്പക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നൂറും പാലും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. അപ്പം ദാമ്പത്യപരമായിട്ടുള്ള ഐക്യമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വർഷം ജൂൺ മാസം മുതൽ അങ്ങോട്ട് ഡിസംബർ വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ വിവാഹം, ഞാൻ കഴിഞ്ഞ ഒരു കൂറിൽ ഞാൻ പറഞ്ഞതുപോലെ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് 2025. വളരെ നല്ല രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വിവാഹം, നല്ല ബന്ധങ്ങൾ കിട്ടാൻ ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു വർഷമാണ്. അതുപോലെ പുതിയതായിട്ട് കല്യാണം ആലോചിക്കുന്നവർക്കും നല്ല പ്രപ്പോസൽസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2025. ഇത്രയാണ് ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഉള്ളത് ഈ ഒരു വർഷം. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ ഉത്രം അവസാന 1/4 ഭാഗം, അതുപോലെ അത്തം ചിത്തിര, ഈ 3 നക്ഷത്ര ജാതകർക്ക് ഇവർക്ക് കഴിഞ്ഞ വർഷം 2024 പൊതുവെ അവർക്ക് ഭാഗ്യം കുറഞ്ഞ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അവർക്ക് ചെയ്യുന്നതൊന്നും ഫലപ്രാപ്തിയിൽ എത്താത്ത ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 2024 ഡിസംബർ വരെയും. പക്ഷെ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യപരമായി നല്ല ഉയർച്ച കാണിക്കുന്നു. നിങ്ങളൊരു മെയ് മാസം വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യൂ. അതിനുശേഷം ഭാഗ്യപരമായിട്ടുള്ള നല്ല ഉയർച്ച കിട്ടുന്ന ഒരു വർഷമാണ് ഈ 2025 കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം മാറുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് നല്ല രീതിയിൽ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, ജോലിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ ക്ലേശങ്ങളെല്ലാം മാറും. അങ്ങനെയുള്ള നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർഷമാണ് 2025. പക്ഷെ ഇതില് പറയുന്ന വേറൊരു പ്രശ്നം, 6ാം ഭാവത്തില് ശത്രുസ്ഥാനം. അതില് നിങ്ങൾക്ക് ഈ വർഷം നല്ല രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കൾ പോലും, അടുത്ത ഫ്രണ്ട്സ് പോലും ശത്രുക്കളായി മാറിയേക്കാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ സംസാരത്തിലൊക്കെ കൂടുതൽ മിതത്വം പാലിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് ക്ഷമിക്കാതെ വരികയും അവർ പോലും ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ പരമാവധി ശത്രുക്കളെ കുറയ്ക്കാം. എങ്കിലും നിങ്ങൾക്ക് ഈ വർഷം കുറച്ച് ശത്രുക്കളൊക്കെ കാണിക്കുന്നതാണ്. പുതിയതായിട്ട് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവും. അതിനുള്ള സാധ്യതകൾ രാഹു മാറ്റത്തിലൂടെ ഒരു മെയ് മാസം കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്കത് പ്രകടമായി തുടങ്ങുന്നതാണ്. ശത്രുക്കൾ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് പോവുക. എല്ലാവരും മിത്രങ്ങളാണ് എന്ന് കരുതരുത്. അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് പോവുക. അതുപോലെ കളത്ര സ്ഥാനം, ഇപ്പോൾ നിങ്ങൾക്ക് ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒക്കെ നേരിടാൻ ഉള്ള ഒരു വർഷമാണിത്. പ്രത്യേകിച്ച് ക്യാരിയിങ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് 2025.
ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതുപോലെ ദാമ്പത്യ ഐക്യമില്ലായ്മ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് പോവുക, നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു ജൂൺ മാസം മുതൽ ഒരു ഒക്ടോബർ വരെയൊക്കെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ ഒരു കന്നി കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിൽ ആ ഒരു തടസ്സം കാണിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 10ാം ഭാവത്തിൽ വരുന്ന ഭാഗ്യസ്ഥാനത്ത് വരുന്ന വ്യാഴം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വർഷമാണ് 2025. പ്രത്യേകിച്ച് ഭാഗ്യം ഏറ്റവും കൂടുതൽ കടാക്ഷിക്കുന്നത് ഈ പറയുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗക്കാർക്കും അതുപോലെ അത്തം ചിത്തിര ഇത്ര ആളുകൾക്ക്, ഇത്ര നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യം കടാക്ഷിക്കുന്നു. അതുപോലെ ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കയറാൻ സാധിക്കുന്ന ഒരു വർഷം. ഇതൊക്കെയാണ് ഈ വർഷത്തെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ നിങ്ങൾക്ക് ചെലവ് ഒരുപാട് കൂടുന്ന ഒരു വർഷമാണ് ഈ വർഷം 2025. നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവ് ഈ വർഷം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പണം ഇടപാടുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കടം കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ദുർവ്യയം ഒരു കാരണം, അങ്ങനെ കിട്ടുന്ന സാലറി നല്ല രീതിയിൽ കിട്ടും, പക്ഷെ കിട്ടുന്നതെല്ലാം തന്നെ ദുർവ്യയം, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റാതെ പോകുന്നു ഈ ഒരു വർഷം. അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫ്രണ്ട് സർക്കിൾസുമായിട്ടൊക്കെ പുറത്ത് പോകുന്നവരൊക്കെ പണം ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് ഒന്ന് നല്ല രീതിയിൽ പണം സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കും. അതൊന്ന് ശ്രദ്ധിക്കുക, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം കാണിക്കുന്നു. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒഫീഷ്യലി കമ്പ്യൂട്ടർ മുന്നിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായി കാണപ്പെടുന്നു നയന സംബന്ധമായ പ്രശ്നം. അങ്ങനെയുള്ള എപ്പോഴും മാറാത്ത തലവേദന, അതുപോലെ മുടി കൊഴിയാനുള്ള സാധ്യത, ഇടത്തെ ചെവിക്ക് പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ വീഴ്ചകളൊക്കെ കാണിക്കുന്നു. അതുകൊണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പണമിടപാട് അതോടൊപ്പം തന്നെ ആരോഗ്യവും കൂടെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വർഷമാണ് 2025. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ചിങ്ങം കന്നി കൂറിൽ വന്ന നക്ഷത്ര ജാതകരെ പറ്റി. ബാക്കിയുള്ള കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കണം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.